ഹായ്, വൈറ്റ് ബോക്സ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഉറക്കം ഉണരുന്ന മുമ്പ് നമ്മളങ്ങ് തപ്പിപ്പോയി നമ്മൾ മൊബൈൽ എടുക്കുന്നു. കണ്ണ് പൂർണ്ണമായിട്ടും തുറക്കുന്ന മുമ്പേ നമ്മൾ സ്ക്രോൾ ചെയ്ത് തുടങ്ങുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ. അത് ഫേസ്ബുക്ക് ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആവാം, വാട്സപ്പ് ആവാം, സ്നാപ്ചാറ്റ് ആവാം. വെൽക്കം ടു ദിസ് വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ്, എസ്പെഷ്യലി ഫേസ്ബുക്കിനെയും ഇൻസ്റ്റാഗ്രാമിനെയും കുറിച്ച്. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫേസ്ബുക്കോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. 2010 ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, എൻ്റെ പോലെ തന്നെ അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ചില ആളുകൾക്കൊക്കെ ഫേസ്ബുക്ക് ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ പലപ്പോഴും മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫേസ്ബുക്ക് ID ചോദിച്ചു തുടങ്ങിയ സമയത്താണ് എനിക്കും ഒരു ഫേസ്ബുക്ക് വേണമെന്ന് തോന്നലുണ്ടാവുന്നതും ഞാനും എൻ്റെ ഇരട്ട സഹോദരൻ ഫഹീമും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്യുന്നത് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ഇല്ലാത്ത ആളുകളായിരിക്കും നമ്മുടെ ചുറ്റുപാടിൽ വളരെ കുറവായിരിക്കും നമ്മുടെ ചുറ്റുള്ളത്. എന്നാൽ കുറച്ചും കൂടി യങ് ആയിട്ട് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ജെൻ ആൽഫ എന്ന് പറഞ്ഞ ആളുകൾ അവർ ഇൻസ്റ്റാഗ്രാമിന് മറന്ന് ഇന്ന് സ്നാപ്ചാറ്റിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതും പോസ്റ്റുകൾ ചെയ്യാനും ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഇതൊക്കെ യൂട്യൂബൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഇന്ന് ത്രെഡ് ആണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഉപജ്ഞാതാവ് ഹൂസ് മേഡ് ദിസ് എന്നുള്ളത് സുക്കൻബർഗാണ്. സുക്കൻബർഗിന്റെ കഥ നമുക്കറിയാം. ആളുകൾ കോളേജ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പിന്നെ അത് വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി എന്നുള്ളത് തന്നെയാണ് അതിന്റെ കഥ. അപ്പോൾ ആദ്യം നമുക്ക് ഫേസ്ബുക്കിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. അപ്പോൾ പരസ്പരം ആളുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തുടങ്ങിയ കാലം 2010 തുടക്കത്തിലൊക്കെ ഈ 21ാം നൂറ്റാണ്ടിന്റെ ഒരു സെക്കൻഡ് ഡെക്കേഡിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചത് മെസ്സഞ്ചർ എന്ന ആപ്പായിരിക്കാം. പലപ്പോഴും ആശയവിനിമയത്തിനും മെസ്സേജുകൾ അയക്കാനും അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അന്നും ആളുകൾ എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പക്ഷെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബയോയില് അവിടെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതിനേക്കാൾ കൂടുതൽ ഈ മെസ്സഞ്ചർ ആയിരിക്കും അന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിന് യൂട്യൂബ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ട്വിറ്റർ എലോൺ മസ്ക് പിന്നീട് വാങ്ങി അതിന്റെ പേര് മാറ്റി എക്സ് ആക്കി മാറ്റി. അങ്ങനെ പലതരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊക്കെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നും രാവിലെ എണീറ്റിട്ട് നമ്മൾ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പക്ഷേ സോഷ്യൽ മീഡിയ തന്നെയായിരിക്കാം, അല്ലെ ഒരു ന്യൂസ് ചാനൽ കാണുന്നതിന്റെ പകരം നമ്മളെ വാർത്തകൾ അറിയുന്നത്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിയുന്നത്, ഇന്നത്തെ ലേറ്റസ്റ്റ് അവസ്ഥകൾ എന്താ അറിയുന്നത്. പലപ്പോഴും എൻ്റെ ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന ജിയോ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ വരെ ആദ്യം നോക്കുന്ന ജിയോ പൊളിറ്റിക്സിൽ ഇന്നത്തെ രാവിലത്തെ അപ്ഡേറ്റുകൾ എന്തായി, യുദ്ധം തുടങ്ങിയോ, എത്ര ആളുകൾ എന്താ അപ്ഡേറ്റുകൾ വരെ നോക്കുന്നവർ ഇന്ന് നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ എന്താണ് ഓരോ ആളുകളും ഓരോ തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കുന്നത് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ലൈക്ക് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കോവിഡിന്റെ സമയത്ത് വീണ്ടും ആളുകൾ ഫേസ്ബുക്കിലേക്ക് മടങ്ങുകയും ഇൻസ്റ്റാഗ്രാമിലേക്ക് മടങ്ങുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം GNPC പോലത്തുള്ള ഗ്രൂപ്പുകൾ, ക്ലാസ്സിലെന്ന് പറയും, പ്ലേറ്റിലെ കറിയും എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ വേൾഡ് മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാമുകളായി ഫേസ്ബുക്കിന്റെ ഭാഗമായി മാറി. അങ്ങനെ ഒരു കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇന്നത്തെ അധികം. എന്നാൽ ഈ ഫേസ്ബുക്കിനെയൊക്കെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്കാമുകൾ സംഭവിക്കുന്ന സമയത്ത്, ഇൻഷുറൻസ് സ്കാമുകൾ സംഭവിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നു, ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിനേക്കാൾക്കുപരി നമുക്ക് ഈ സമയത്ത് നിർബന്ധമായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് പ്രശാന്ത് IAS കുറിച്ച്. കേരളത്തിൽ ആദ്യമായിട്ട്
ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയ ഒരു ജില്ലാ കളക്ടറാണ്. കളക്ടർ ബോ എന്ന പേരിൽ വളരെ സജീവമാകുകയും അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ഓപ്പറേഷൻ സുലൈമാനി എന്നുള്ളത്. കളക്ടർ ബോ എന്നുള്ള പേരിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകം നിർബന്ധമായിട്ട് വായിക്കുകയും കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ നമുക്ക് കരയാതെ കണ്ണ് നിറയാതെ ഒരിക്കലും ആ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ ഏറ്റവും മനോഹരമായ പുസ്തകമായിരുന്നു ഓപ്പറേഷൻ സുലൈമാനി എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം. അങ്ങനെ പ്രശാന്ത് IAS ആണ് ആദ്യത്തിൽ ഒരു ഒഫീഷ്യൽ പേജ്, ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളെന്ന് കേരളത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് പിന്നീട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഓൺടർപ്രണേഴ്സുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിരന്തരമായി എഴുതുകയും അങ്ങനെ തോന്നുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണോ എന്ന് പറയാനില്ല. ഞാൻ നോട്ടീസ് ചെയ്ത ഒരാളാണ് മുരളി തുമ്മാരക്കുഴി. നമ്മളെ UN വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് വർക്ക് ചെയ്യും, സ്ഥിരമായിട്ട് എഴുതുകയും ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് മുരളി തുമ്മാരക്കുഴി. അതുപോലെ തന്നെ ആ ലെവലിൽ ഇരുന്ന മറ്റൊരാളാണ് ഡോക്ടർ SS ലാൽ. ഇന്ന് കോൺഗ്രസിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ SS ലാൽ. ഇവർ രണ്ടുപേരും പ്യൂർലി ഇതിന്റെ ഈ ഫേസ്ബുക്ക് തുടങ്ങിയ കാലഘട്ടത്തിട്ടാണ് വന്നത്. ആ കാലഘട്ടത്തിൽ അവർ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി വളരെ നന്നായി ഉപയോഗിച്ച 2 പേരായിട്ട് എനിക്ക് ഇവർ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പലരും ഓണ്ടർപ്രണേഴ്സിന് ആളുകൾ, പൊളിറ്റീഷ്യൻസും ഒക്കെ എന്ത് ചെയ്യുന്നത് അവർ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ, കാര്യമായിട്ട് ഫേസ്ബുക്കിനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിന് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് ജസ്റ്റ് ഫണ്ടിന് വേണ്ടി മാത്രം ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവള് ബാംഗ്ലൂരുകാരിയാണ്. അവള് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് സീരിയൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫേസ്ബുക്കിലാകുമ്പോൾ യൂട്യൂബ് പോലെ തന്നെ, പക്ഷെ യൂട്യൂബിലാകുമ്പോൾ എന്തൊക്കെയോ ഫേസ്ബുക്കിലാകുമ്പോഴാണ് കുറച്ചും കംഫർട്ടബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവളെ ഫേസ്ബുക്കിലെ റീലിൽ മെയിനായിട്ട് അവളെ പറയുന്ന പോലെ തന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അവൻ ഈ മലയാളം സീരിയലുകൾ കാണുന്ന ആളാണ്. ഈ മലയാളം സീരിയലുകൾ മുഴുവൻ പുള്ളി ഇരുന്ന് കാണുന്നത് ഫേസ്ബുക്കിലാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ കറന്റ് കാനഡയിലുള്ള സമയത്തായതുകൊണ്ട് ഇതിന്റെ കൂടെ പറയുന്ന മറ്റേ കാര്യമാണ് മാർക്കറ്റ് പ്ലേസ്. അത് കാനഡയിൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ OLX കുക്കറൊക്കെ പോലുള്ള ആപ്പുകളല്ലോ, അത് ഏറ്റവും കൂടുതൽ സജീവമായിട്ട് കാനഡയിൽ സംഭവിക്കുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഇവിടുത്തെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമുക്ക് ഫേസ്ബുക്കിൽ ഇല്ലാത്ത ആളുകളും ഇവിടെ വന്ന നിർബന്ധമായിട്ടും ഫേസ്ബുക്ക് തുടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ട് കാനഡയിൽ വന്നു കഴിഞ്ഞാൽ. കാരണം നമുക്കൊരു തൽക്കാലത്തേക്ക് ടെമ്പററി അക്കോമഡേഷൻ നോക്കണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വേണം. നമുക്ക് എന്തെങ്കിലും അർജന്റായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ, നമുക്ക് എന്തും. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫഹദ് എന്നുള്ള, മൂവാറ്റുപുഴക്കാരനാണ്. ഫഹദ് ഒരു മാർക്കറ്റ് പ്ലേസ് എക്സ്പേർട്ടാണ്. അവൻ പറയും അച്ഛനെയും അമ്മയും ഒഴികെ വേറെ എന്തും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടുന്നൊരു അവസ്ഥയാണ് കാനഡയിലുള്ളതെന്നുള്ളത്. അതൊരു എനിക്ക് തോന്നുന്നത് സത്യം. നമുക്ക് അവൈലബിൾ ആയ, നമുക്ക് ആവശ്യമായ എന്ത് സാധനത്തെയും ഒരു വില കുറഞ്ഞ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പുതിയ സാധനം തന്നെ നമുക്ക്, അതായത് കറന്റ് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ അല്ലാത്ത, നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി എടുക്കാൻ പറ്റാവുന്ന, പിക്ക് ചെയ്ത് വരാൻ പറ്റാവുന്ന ഒരു ദൂരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ കണ്ടെത്താൻ പറ്റും. അത് എനിക്കൊന്ന് കാനഡയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സജീവമായി കണ്ടിട്ടുള്ളത്. നാട്ടിൽ എങ്ങനെയാണെന്നുള്ളത്, നാട്ടിലങ്ങനെ മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണീറ്റുള്ള എന്താണ്, നമ്മൾ ഇതിന്റെ ഭാഗമാണ്, ഈ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ ഭാഗമാണ് നമ്മുടെ ജീവിതം. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം, നമ്മൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ല. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം റിയൽ നോളജിനെ കുറിച്ചാണ്. മുമ്പൊക്കെ നമ്മൾ ജനറൽ നോളജ് GK കുറിച്ച് പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആളുകൾക്ക് GK എവിടെ നിന്ന് കിട്ടുന്നു ചോദിച്ചാൽ അത് RK എന്ന് കിട്ടുന്നു പറയാം. RK എന്ന് പറഞ്ഞാൽ റിയൽ നോളജ്. അത് റിയൽ നോളജ് അല്ല, റിയൽ നോളജായി മാറുകയാണ്. അപ്പോൾ ആളുകൾക്ക് അവരുടെ ഇൻഫർമേഷൻ കണ്ടെത്തുന്നത് അവർക്ക്, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തായ്ലാന്റിലായിരുന്നു എന്നെ ഹണിമൂണ് പോയത്. ഓക്കെ, ഹണിമൂൺ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലോ. ഓഫ്കോഴ്സ് എല്ലാവരും അവരുടെ എന്താ പറയാ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എക്സൈറ്റഡ് ആയിരിക്കുന്നല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഫിഷ് പാ ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു റീൽ അയച്ചിട്ടാണ്. ഒരാള് തായ്ലാന്റിൽ പോയി ഫിഷ് പാ ചെയ്തു, കല്ല് ചെറിയ മുറിവുണ്ടായിരുന്നു, അതിലൂടെ എന്തോ വാട്ടർ ബോൺ ഡിസീസ് ഉണ്ടായി, അയാള് ബ്രെയിൻ മരിച്ചു, അങ്ങനെ ആൾ മരിച്ചു. അങ്ങനെ നമ്മൾ ചെയ്യുന്നപ്പോ, അതേപോലെ ഇപ്പൊ എന്റെ റൂമിൽ തന്നെ ഉള്ള അവൾക്ക് ഇങ്ങനെ ചില നേരത്തെ ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നുന്നു. കാരണം ഈ ക്ലീൻ ചെയ്യുന്ന തുണികള് അല്ലെങ്കിൽ സ്ക്രബ് ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അവരതിൽ കുറെ ആനിമേഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ പേടിപ്പെടുന്ന കുറെ വീഡിയോസ് ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ചില റിയൽ നോളജുകൾ എന്ത് ചെയ്യാണ്ട് നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അനോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം.
ചിലപ്പോൾ ഇതിൽ പകുതി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കൂടിയതാണ് ഈ റീൽ നോളജ് എന്നുള്ളത്. ചില ഇൻഫർമേഷൻസ് ഒക്കെ പകുതി പറഞ്ഞു നിർത്തും അവർ. അപ്പോൾ പകുതി പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ മിസ്സായതാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ആ വീഡിയോ കാണും. അപ്പോൾ അവർക്ക് റേറ്റ് കൂടും, അപ്പോൾ അവരെ വ്യൂ റേറ്റ് കൂടും. അങ്ങനെ പ്യുവർലി ഒരു അറ്റൻഷൻ എക്കണോമിയുടെ ഭാഗമായിട്ട് മാത്രം കാര്യങ്ങളൊക്കെ കാണുകയും അങ്ങനത്തെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണെങ്കിലും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അത് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കുറച്ച് കാലത്തേക്ക്, 1-2 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്കെന്നല്ല, ഒരു മാസത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ആ സമയത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താ? ഒന്ന്, നിങ്ങൾക്കൊരു ഫോമോ ഫീലിംഗ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ, എവിടേക്കോ മിസ് ഔട്ട് ചെയ്യുന്ന പോലൊരു തോന്നലുകൾ, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ അത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ലൂപ്പെന്ന് വിട്ടു പോകുന്നൊരു തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്? പല ആളുകൾക്കും അവർ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തോന്നുന്നുണ്ട്. നമ്മളൊരു സുഹൃത്ത് വിളിച്ചു, ഇവന്റെ ഫോട്ടോ കണ്ടായിരുന്നോ? അവനെന്തോ യൂറോപ്പിലാണ്. യൂറോപ്പിലോ? അപ്പം ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് തോന്നലിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇൻസ്റ്റാൾ ചെയ്യാം. അതോടൊപ്പം ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഫോമോ തന്നെ പോലെ സംഭവിക്കുന്ന മറ്റൊരു വിഷയമാണ്, ആളുകളെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഒരു 99% ഹൈലൈറ്റഡ് വെർഷനാണ്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വല്ലാത്തൊരു കഥയുടെ ഭാഗമായിട്ട് ബാബു രാമചന്ദ്രൻ പറയുന്നുണ്ട് ഒരു വിഷയം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പറഞ്ഞായിരുന്നു, തനി മലയാളിയെ കുറിച്ച്. നമ്മൾ പലരുടെയും ജീവിതത്തിന്റെ വളരെ ഹൈലൈറ്റഡ് വെർഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഹൈലൈറ്റഡ് വെർഷൻ കാണുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് അതാണ് ജീവിതം എന്നാണ്. ഇപ്പോൾ ഇവിടെ കാനഡയിലെ ഒരു ഡേറ്റിംഗ് ഒരു ബ്രൗൺ ഇന്ത്യൻ, സോ ഈസ് ഡേറ്റിംഗ് വിത്ത് മെനി കനേഡിയൻ ഗേൾസ്, വൈറ്റ് ഗേൾസ്. അയാൾ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അയക്കത്തില് ലേറ്റസ്റ്റ് അലിഗേഷൻ വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചു ഈ ഇത് കണ്ടിട്ടില്ലേ, ഈ അക്കൗണ്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ആ പുള്ളിക്കാരൻ ഓരോ ദിവസം ഓരോ കനേഡിയൻ പെൺകുട്ടിയുമായി ഡേറ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ വളരെ മോശപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. പക്ഷെ കാണുന്ന ആളുകൾക്ക് എന്താണ്, അയാളെ ഹൈലൈറ്റഡ് വേർഷനാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് കപ്പിൾസ് അവരവരുടേതായ ഏറ്റവും ഹൈലൈറ്റഡ് ആയ വേർഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഒരു സോഷ്യൽ കറൻസി പോലെ ആക്ട് ചെയ്യാണ്. അപ്പോൾ ഒരാളൊരു ഫോട്ടോ ഇടാണ്, അപ്പോൾ ഫോട്ടോ ഇടുമ്പോൾ അയാൾ കുറെ ലൈക്ക് കിട്ടുമ്പോൾ അപ്പൊ അയാൾ തന്നെ എന്ത് ചെയ്യുന്നത്, അയാൾ പൊസിഷൻ ചെയ്യുന്ന വെക്കുന്നത് വളരെ എന്തോ ആയിട്ടാണ്. അപ്പൊ ഇത് കാണുന്നത് സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസം തോന്നണോ, എന്റെ സ്റ്റാറ്റസ് വളരെ മോശമാണ്, എന്റെ സ്റ്റാറ്റസ് ഒരു ആവറേജ് സ്റ്റാറ്റസ് ആണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ആളുകളെ ജീവിതം ഓൾറെഡി സെറ്റിൽഡ് ആണെന്ന് തെറ്റിയിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, ഈസ് വെരി ഗുഡ് അറ്റ് ഇൻസ്റ്റാഗ്രാമിൽ അവൻ വളരെ അടിപൊളിയാണ്, അവരുടെ ലൈഫ് ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സെറ്റപ്പാണ്. അങ്ങനെയാണ്. ഒരു ദിവസം അവനെ വിളിച്ച് കുറച്ച് പൈസ കടം ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറ്റിയപ്പോ, എന്താ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയൊക്കെ വാങ്ങിയല്ലോ, ഭയങ്കര പ്രയാസത്തിലാണ്, തട്ടിമുട്ടി പോകുന്നുണ്ട് മാത്രമേ ഉള്ള അവസ്ഥ. അപ്പോൾ പൈസ കടം ചോദിക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ഇത് തന്നെയാണ് ചോദിക്കുന്നത്, ഈ ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം ഇടുന്നതല്ലല്ലോ യാഥാർത്ഥ്യം, ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അപ്പോഴാണ് ഞാനും മനസ്സിലാവും, മൈ ഗോഡ്, ഇത് ആളുകൾ നമ്മൾ പറ്റിക്കപ്പെടുകയാണ്, ആളുകൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ എന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഡിപ്രഷൻ, ആങ്സൈറ്റി തന്നെ കേട്ടോ. ആളുകൾക്ക് ആ ഡിപ്രഷൻ ആളുകളെ വല്ലാതെ ഇത് ബാധിക്കുന്നുണ്ട്. ഒരുതരം ലക്ഷറിക്ക് വേണ്ടിയുള്ള ഒരു ത്വര ആളുകളെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടെന്നോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടെന്നല്ല, നമ്മൾ മുമ്പ് അല്ല, യു വിൽ ബി ഓൾവേസ് ആവറേജ് ഓഫ് പീപ്പിൾ അറൌണ്ട് യു എന്ന് പറയുന്നതിന്റെ ഇന്ന് നമ്മൾ മാറ്റി പറയണം. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഫോളോ ചെയ്യുന്നത്, അതിന്റെ ആവറേജ് ആയിരിക്കും നിങ്ങൾ എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഞാനൊക്കെ വളരെ യങ്ങായ കുറെ ഓണ്ടർപ്രണേഴ്സിന്റെ അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, യെസ്, അത് ഭയങ്കര ഹൈ ആണെന്ന് നമുക്ക് വേണ്ടി പറയാം. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അത്തരം കാര്യങ്ങളെ കുറിച്ച്, അത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ സംവദിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ, വിലയേറിയ തോട്ടുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചെയ്യും.